Hi, welcome to Dakshina Learning's Daily News Desk. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാർക്കി ഈസ് നേപ്പാൾസ് ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ. സെക്കൻഡ്, പ്രോപ്പർട്ടി റൈറ്റ്സ്, ട്രൈബൽസ് ആൻഡ് ദ ജെൻഡർ പാരിറ്റി ഗ്യാപ്പ്. Third, denying upward mobility to candidates with disabilities defeats purpose of quota, Supreme Court. Fourth, India votes in favor of UNGA resolution on Palestine state. നമുക്ക് ഓരോ ന്യൂസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാർക്കി ഈസ് നേപ്പാൾസ് ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ. ഈ ഒരു ന്യൂസിൽ എന്താണെന്ന് വെച്ചാൽ 2025 സെപ്റ്റംബറിൽ നേപ്പാളിൽ എന്താണ് ഒരു വലിയൊരു പ്രൊട്ടസ്റ്റ് നടന്നു. ആ പ്രൊട്ടസ്റ്റിനെ എന്താ പറയുക, ജെൻസീസ് പ്രൊട്ടസ്റ്റ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരു മാസീവ് യൂത്ത് നടത്തിയ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അതായത് ഇവരെന്താ ഡിമാൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ റിഫോം വേണം, അതുപോലെ ഒരു അക്കൗണ്ടബിലിറ്റി വേണം. അതാണ് ഇവർ ഡിമാൻഡ് ചെയ്തത്. ഇതെന്ന് പറയുമ്പോൾ ഒരു ലാർജസ്റ്റ് പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് 1990-ലും 2006-ലും നടന്ന പ്രോ ഡെമോക്രസി മൂവ്മെന്റ്സ് കഴിഞ്ഞാൽ അതിന് ശേഷം നേപ്പാളിൽ നടക്കുന്ന ഒരു ലാർജസ്റ്റ് ഒരു മൂവ്മെന്റ് ആണ് ഈ ഒരു ജെൻസി മൂവ്മെന്റ്. ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? KP ശർമ്മ ഒലി. അദ്ദേഹം ഈ ഒരു പ്രൊട്ടസ്റ്റോട് ബന്ധപ്പെട്ട് അദ്ദേഹം റിസൈൻ ചെയ്തു. അതിനുശേഷം ഫോമർ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സുശീല കാർക്കി ഫോമർ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അവരെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. അപ്പൊ സുശീല കാർക്കി എന്ന് പറയുന്നത് നേപ്പാളിന്റെ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറി. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു റെപ്രസെൻസ് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു സിഗ്നിഫിക്കന്റ് ഷിഫ്റ്റ് ആണ് നേപ്പാളിന്റെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ജനറേഷണൽ ചേഞ്ചുമാണ്. അതുപോലെ വുമന്റെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ വുമന്റെ ലീഡർഷിപ്പ് കൂടുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു UPSC സിഗ്നിഫിക്കൻസിലോട്ട് നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ട്രാൻസിഷൻ ഇൻ ദ നെയ്ബർഹുഡ്, അതായത് ഇന്ത്യ നേപ്പാൾ റിലേഷൻസ് ഒക്കെ നമുക്കിവിടെ പറയാൻ പറ്റും. അതുപോലെ യൂത്ത് ആസ് ഏജൻസ് ഓഫ് പൊളിറ്റിക്കൽ ചേഞ്ച് ഇൻ സൗത്ത് ഏഷ്യ. അതുപോലെ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് നേപ്പാള്. അപ്പൊ ജെൻഡർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറുകയാണ്. അതുപോലെ ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ക്രൈസിസ് മാനേജ്മെന്റ് മെക്കാനിസം ഇൻ നേപ്പാൾസ് പാർലമെന്ററി സിസ്റ്റം. Impact on India's foreign policy, border stability and economic cooperation with Nepal. പോസിബിൾ പ്രിലിംസ് പോയിന്റേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നേപ്പാളിന്റെ ഗവൺമെന്റ് ഫോം ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്, പാർലമെന്ററി സിസ്റ്റം ആണ്. അതുപോലെ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ആരാണ്? സുശീല കാർക്കി 2025. അതുപോലെ ഇയർലി ഡെമോക്രാറ്റിക് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 1990-ൽ നടന്ന പീപ്പിൾസ് മൂവ്മെന്റ്, 2006 നടന്ന രണ്ടാമത്തെ പീപ്പിൾസ് മൂവ്മെന്റ്. ഓക്കെ, സെക്കൻഡ് ന്യൂസ് നോക്കാം. പ്രോപ്പർട്ടി റൈറ്റ്സ്, ട്രൈബൽസ് ആൻഡ് ദ ജെൻഡർ പാരിറ്റി ഗ്യാപ്പ്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ August 9 ഇന്റർനാഷണൽ ഡേ ഓഫ് ദ വേൾഡ്സ് ഇൻഡിജീനിയസ് പീപ്പിൾസ് ഡേ ആയിരുന്നു. ഇവിടെ എന്താ ഫോക്കസ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യാസ് ഇൻഡിജീനിയസ് പോപ്പുലേഷൻ, അതായത് ഷെഡ്യൂൾഡ് ട്രൈബിനെ പറ്റിയിട്ടാണ്. അത് ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ആ ഒരു ഫോക്കസ് അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ് കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. റീസെന്റ് ആയിട്ട് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ജൂലൈ 17, 2025 നടക്കുകയുണ്ടായി. അതായത് ഈ ഒരു ജഡ്ജ്മെന്റിൽ എന്താ പറയുന്നത് വെച്ചാൽ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി സ്ത്രീകൾക്ക് കിട്ടുന്നില്ല. അപ്പൊ അത് സ്ത്രീകളെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി നൽകുന്നത്. ഇതെന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്, അതായത് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ന്യൂസ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു കേസിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പറയുന്നത് ദയ്യ എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾഡ് ട്രൈബ് വുമൺ ഉണ്ടായിരുന്നു. അവർ ഗോണ്ട് ട്രൈബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എന്നുള്ളവരാണ്, ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, ഇവരുടെ ഗ്രാൻഡ് ഫാദറിന്റെ പ്രോപ്പർട്ടിയാണ് ക്ലെയിം ചെയ്തിട്ടുള്ളത്. പക്ഷേ കസ്റ്റമറി ട്രൈബൽ ലോ പ്രകാരം എന്താ പറയുന്നത്, സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഇൻഹെറിറ്റൻസ് കൊടുക്കില്ല എന്നാണ് ലോവർ കോർട്ട് പറഞ്ഞത്. അങ്ങനെ ഇവരുടെ കേസ് റിജക്ട് ചെയ്തു. എന്നാൽ ഛത്തീസ്ഗഡ് ഹൈക്കോടതി എന്താ പറഞ്ഞത്, കസ്റ്റം ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല, ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ തീരുമാനിക്കാൻ പറ്റില്ല എന്നുള്ളത്. ആ ഒരു വ്യൂവിനെ സുപ്രീം കോടതി ലിങ്ക് ചെയ്ത് ഏത് ആർട്ടിക്കിളുമായിട്ട് ലിങ്ക് ചെയ്ത് പറഞ്ഞു? ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. അതാണ് ഈ ന്യൂസ്. ഇതാണ് ഈ ഒരു ന്യൂസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ ഒരു ന്യൂസിന്റെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഒരു വൈഡർ നോക്കുകയാണെങ്കിൽ 96-ൽ മധു കിഷോർ വിസസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഈ ഒരു കേസിൽ സുപ്രീം കോടതി എന്താ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഇൻഹെറിറ്റ് നൽകുന്നത് അത് ഡിനേ ചെയ്യാണ് സുപ്രീം കോടതി ഈ 96-ൽ തീരുമാനം എടുത്തത്. ഇങ്ങനെ ഒരു വ്യൂ ഉണ്ടായിരുന്നു അന്ന്. അതുപോലെ തന്നെ
ഷെഡ്യൂൾഡ് ഏരിയ ആയിട്ടുള്ള ഈ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷയൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇപ്പോഴും ഈ കസ്റ്റമറി ലോ ഫോളോ ചെയ്യുന്നു. അതായത് സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഇൻഹെറിറ്റൻസ് നൽകാതെ ഡിനേ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടിയും മീൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്ത്രീകളാണ് കൂടുതലായിട്ട് എന്താണ് അഗ്രികൾച്ചറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും. ഒരു അഗ്രികൾച്ചർ സെൻസസ് 2015-16 എടുക്കുകയാണെങ്കിൽ 16.7% മാത്രമേ ഉള്ളൂ എന്ത് സ്ത്രീകൾക്ക് സ്വന്തമായിട്ടുള്ള ലാൻഡ് ഉള്ളൂ, ST സ്ത്രീകൾക്ക്. അതുപോലെ എന്താണ് 83.3% പുരുഷന്മാർക്ക് എന്താണ് ലാൻഡ് ആണ് ഉള്ളത്. ഓക്കെ, അതായത് സ്ത്രീകൾക്ക് ഇവിടെ 16% മാത്രമേ ഉള്ളൂ, പുരുഷന്മാർക്ക് 83%ആണ് ലാൻഡ് ഉള്ളത്. അതുപോലെ ഈ റൈറ്റ്സ് ഒക്കെ ഡിനേ ചെയ്യാനായിട്ടുള്ള ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ് പറയുന്നത്? ട്രൈബൽ ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ റൈറ്റ്സ് ഒക്കെ ഡിനേ ചെയ്യാനായിട്ടുള്ള ആർഗ്യുമെന്റ്സ് എന്താണ് പറയുന്നത്? ട്രൈബൽ ലാൻഡ് എന്താണ് കമ്മ്യൂണിറ്റേറിയൻ ആണ്. അതുപോലെ എന്താണ് നോട്ട് ഇൻഡിവിജ്വലി ഓൺഡ് അല്ല. അതുപോലെ എന്താണ് ലാൻഡ് ഏലിയനേഷനെയാണ് ഇവർ ഫിയർ ചെയ്യുന്നത്. അതായത് ഒരു ട്രൈബൽ സ്ത്രീ ഒരു നോൺ ട്രൈബൽ പുരുഷനെയാണ് മാരി ചെയ്യുന്നതെങ്കിൽ ആ ലാൻഡ് ഏലിയനേഷൻ അതൊക്കെയാണ് ഇവർ ആർഗ്യുമെന്റ് ആയിട്ട് കൊണ്ടുവരുന്നത്, ഈ റൈറ്റ്സ് ഒക്കെ ഡിനേ ചെയ്യണമെന്ന് പറയുന്നത്. ഒരു ജുഡീഷ്യൽ ട്രെൻഡ്സ്, ഈ ജുഡീഷ്യൽ ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ എന്താ, പ്രഭാസ് മീൻസ് വിസിസ് മാർത്ത എക്ക, അത് ജാർഖണ്ഡ് ഹൈക്കോടതി 2022 പറഞ്ഞത് എന്താണ്, അപ്പേൾഡ് ഡോട്ടേഴ്സ് റൈറ്റ് ആസ് നോ എവിഡൻസ് ഓഫ് കൺസിസ്റ്റന്റ് കസ്റ്റം ഓഫ് എക്സ്ക്ലൂഷൻ വാസ് ഫൗണ്ട്. അതുപോലെ എന്താണ് കമാലി നിധി വിസിസ് സ്പെഷ്യൽ ലാൻഡ് അക്യൂസിയേഷൻ ഓഫീസർ, സുപ്രീം കോടതിയിൽ എന്താണ് 2022 ഉള്ളതാണ്. അതാണ് എന്ത് ഫസ്റ്റ് കേസ് ടു അഫേം ട്രൈബൽ വുമൻസ് റൈറ്റ് ടു പാരിറ്റി ഇൻ പ്രോപ്പർട്ടി. നമുക്കൊരു വേ ഫോർവേഡ് ആയിട്ട് എന്താ പറയാൻ പറ്റുക, സെക്ഷൻ 2 ക്ലോസ് 2 ഓഫ് ദ ഹിന്ദു സക്സഷൻ ആക്ട് 2005 എക്സ്ക്ലൂഡ്സ് ട്രൈബൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഹെൻസ് എന്താണ് നീഡ് ഫോർ എ സെപ്പറേറ്റ് ട്രൈബൽ സക്സഷൻ ആക്ട് ടു എന്തിന് കോഡിഫൈ കസ്റ്റമറി ലോസ്, എൻഷുർ ജെൻഡർ ഇക്വാലിറ്റി ഇൻ ഇൻഹെറിറ്റൻസ്, അലൈൻ വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ. UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2-ലും GS പേപ്പർ 1-ലും ആണ് വരുന്നത്. GS പേപ്പർ 2-ൽ എന്താണ് പൊളിറ്റി ഗവേണൻസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, കസ്റ്റമറി ലോസ്, ജെൻഡർ ജസ്റ്റിസിലൊക്കെയാണ്. GS പേപ്പർ 1 ആകുമ്പോൾ എന്താ ഇന്ത്യൻ സൊസൈറ്റി, ട്രൈബൽ സൊസൈറ്റി ആൻഡ് ഇഷ്യൂസ്, SA എത്തിക്സിലൊക്കെ എന്താണ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് എന്ന ഭാഗത്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നോക്കുക, ഈ ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. അടുത്ത ന്യൂസ് നോക്കാം. Denying upward mobility to candidates with disabilities defeats purpose of quota, Supreme Court. ഈ ഒരു ന്യൂസിൽ പറയുന്നത് സെപ്റ്റംബർ 2025 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ യൂണിയൻ ഗവൺമെന്റിനോട് ഒരു പോളിസിയുടെ ക്ലാരിഫൈ ചോദിക്കുകയാണ്. ഏതാണ് ആ പോളിസി എന്ന് വെച്ചാൽ അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് മെരിറ്റീരിയസ് കാൻഡിഡേറ്റ്സ് വിത്ത് ഡിസബിലിറ്റീസ്. അതായത് ഇവിടുത്തെ ഒരു കൺസേൺ ആയിട്ട് ഈ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 34 ഓഫ് ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016. ഈ ആക്ട് പ്രകാരം ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് എന്താണ് ഗവൺമെന്റ് ജോബ്സിൽ റിസർവേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ബെഞ്ചിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത. ഇവിടെ കോർ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ കാൻഡിഡേറ്റ്സ് വിത്ത് ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ് അൺറിസർവ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കട്ട് ഓഫിന് മുകളിൽ പോയാലും എന്താണ് ഇവര് റിസർവേഷൻ കാറ്റഗറിയിൽ മാത്രമേ കണക്കാക്കത്തുള്ളൂ. അതൊരു ഇഷ്യൂ ആയിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഇവരെ ആ ഒരു കാറ്റഗറിയിൽ തന്നെ കണക്കാക്കുമ്പോൾ എന്താണ് ഇത് എലിജിബിൾ ആയിട്ടുള്ള വേറെ കാൻഡിഡേറ്റ്സ് ഉണ്ട്, ഡിസബിലിറ്റി ഉള്ള എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്, അവരുടെ സീറ്റും കൂടെ എന്താണ് ബ്ലോക്ക് ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ എന്താ ആൻഡ് ലിമിറ്റ്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് PWD റിക്രൂട്ട്സ്. The court called this practice hostile discrimination and contrary to the true purpose of reservation. അപ്പൊ എന്താ ഈ ഒരു റിസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ ആ ഒരു പർപ്പസ് തന്നെ ഇവിടെ ഫുള്ള് വയലേറ്റ് ആകുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഉദ്ദേശം എന്താണോ അത് കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നില്ല. കോർട്ടിന്റെ ഒബ്സർവേഷൻ എന്താണ്, ഈ മെരിറ്റീരിയസ് ആയിട്ടുള്ള PW കാൻഡിഡേറ്റ്സ് അവർ ഈ അൺറിസർവ്ഡ് കാറ്റഗറിയിലോട്ട് എന്താണ് അതായത് എബോ കട്ട് ഓഫ് വരുവാണെങ്കിൽ എന്താണ് ഷിഫ്റ്റ് ചെയ്യണം. അതായത് SC ST OBC കാൻഡിഡേറ്റ്സിൽ ചെയ്യുന്നത് പോലെ അതിവിടെയും ചെയ്യണം. അതുപോലെ ഈ പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴും എന്താണ് സെയിം പ്രിൻസിപ്പിൾ തന്നെ യൂസ് ചെയ്യുക. അതുപോലെ എന്താണ് പറയുന്നത് ഈ ഒരു മെരിറ്റീരിയസ് PW കാൻഡിഡേറ്റ്സ് അവരുടെ റിസർവ് പോസ്റ്റ് എന്താണ് അണ്ടർമൈൻസ് ദ ഗോൾ ഓഫ് ഇൻക്ലൂഷൻ. അതുപോലെ എന്താണ് ഡിനീസ് ഓപ്പർച്യൂണിറ്റി ടു ലെസ് അഡ്വാൻറ്റേജ്ഡ് PW കാൻഡിഡേറ്റ്സ്. റിസർവേഷൻ ഈസ് എ മീൻസ് ടു അച്ചീവ് സബ്സ്റ്റാൻസീവ് ഇക്വാലിറ്റി ആൻഡ് മസ്റ്റ് നോട്ട് ലീഡ് ടു സ്റ്റാഗ്നേഷൻ. ഓക്കെ, ഇതൊക്കെയാണ് കോർട്ടിന്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഡയറക്ഷൻ ടു ദ ഗവൺമെന്റ് നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതി യൂണിയൻ ഗവൺമെന്റിനോട് 2025 ഒക്ടോബർ 14 സബ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്.
എന്താണ് സ്റ്റെപ്സ് ടേക്കൺ സോ ഫാർ ടു എൻഷുർ എന്ത് അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് PWD കാൻഡിഡേറ്റ്സ് ആൻഡ് പോളിസി മെഷർ ടു എക്സ്റ്റെൻഡ് ദിസ് പ്രിൻസിപ്പൽ ടു റിക്രൂട്ട്മെന്റ് ആൻഡ് പ്രൊമോഷൻസ്. ഈ ന്യൂസിന്റെ UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 GS പേപ്പർ 1 GS പേപ്പർ 2 പൊളിറ്റി ആൻഡ് ഗവേണൻസ്, GS പേപ്പർ 1 എന്താണ് സൊസൈറ്റി, വൾണറബിൾ സെക്ഷൻ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഒക്കെയാണ് വരുന്നത്. എത്തിക്സ് ആൻഡ് എസ്സേ പോർഷനിൽ ഇത് ഉൾപ്പെടും. ഓക്കെ, അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഇന്ത്യ വോട്ട്സ് ഇൻ ഫേവർ ഓഫ് UNGA റെസൊല്യൂഷൻ ഓൺ പാലസ്റ്റീൻ സ്റ്റേറ്റ്. ഈ ഒരു ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ UNGA അതായത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി എന്താണ് ന്യൂയോർക്ക് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് പാലസ്റ്റീൻ്റെ ഇഷ്യൂ, അതായത് പീസ്ഫുൾ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആയിട്ട് വന്നു. അപ്പൊ ഇതിനെ എന്താണ് ഫേവർ ആയിട്ട് ഇന്ത്യ വോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ന്യൂസിൽ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ന്യൂസിന്റെ കീ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു റെസൊല്യൂഷൻ, അതായത് ഈ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു റെസൊല്യൂഷൻ, അതിന്റെ ടൈറ്റിൽ എന്താണ് എൻഡോഴ്സ്മെന്റ് ഓഫ് ദ ന്യൂയോർക്ക് ഡിക്ലറേഷൻ ഓൺ ദ പീസ്ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഓഫ് പാലസ്റ്റീൻ ആൻഡ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രാൻസ് ആണ്. അതിൽ വോട്ട് ചെയ്തത് നോക്കാം. 142 നേഷൻസ് ആണ് എന്ത് ഫേവർ ആയിട്ട് വോട്ട് ചെയ്തത്. അതിൽ ആരും ഇൻക്ലൂഡഡ് ആണ്, ഇന്ത്യയും ഇൻക്ലൂഡഡ് ആണ്. 10 രാജ്യങ്ങൾ എന്താണ് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അതിൽ ആരൊക്കെ ഇൻക്ലൂഡ് ആണ് ഇസ്രായേൽ, US, അർജന്റീന, ഹംഗറി ഒക്കെ. 12 പേര് എന്താണ് വോട്ട് ചെയ്യാതെ നിന്നു. ഓക്കെ, ഈ ഒരു ന്യൂയോർക്ക് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് എന്താ എമർജ് ചെയ്തു വന്നത് എന്താ ഒരു ഹൈ ലെവൽ ഇന്റർനാഷണൽ കോൺഫറൻസ് വഴിയാണ് ഈ ഒരു ന്യൂയോർക്ക് ഡിക്ലറേഷൻ എമർജ് ചെയ്ത് വന്നിട്ടുള്ളത്. അത് എവിടെയാണ് നടന്നത്? UN ഹെഡ്ക്വാർട്ടേഴ്സിലാണ്, ജൂലൈയിലാണ് നടന്നത്. ആരൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഫ്രാൻസും സൗദി അറേബ്യയാണ്. ഈ ഡിക്ലറേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? എൻഡിങ് ദ വാർ ഇൻ ഗാസ, അച്ചീവിങ് എ പീസ്ഫുൾ ആൻഡ് ലാസ്റ്റിംഗ് സെറ്റിൽമെന്റ് ഓഫ് ദ ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ്, implementation of the 2 state solution, a sovereign and viable Palestine state coexisting peacefully with Israel. ഈ ന്യൂസിന്റെ UPSC റിലവൻസ് എന്താണ്? GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിലാണ് വരുന്നത്. കറണ്ട് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ് റിഫ്ലെക്ട്സ് ഇന്ത്യസ് കൺസിസ്റ്റന്റ് സപ്പോർട്ട് ഫോർ ദ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ടു റൂൾസ് ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ. അപ്പൊ ഈ പോർഷൻ കാര്യങ്ങളൊക്കെ നോക്കുക, ഈ ന്യൂസുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. ഓക്കെ, താങ്ക് യു.